ഓക്കെ, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ആ ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് പ്ലസ് വൺ കെമിസ്ട്രിയുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും. ഇതിന് എക്സാമിന് ചോദിക്കാതെ ഒരു പരീക്ഷയും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. അതായത് എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. ആ സിസ്റ്റത്തിന് മാസ് ഉണ്ട്, അത് എം ആണ്. അതിൻ്റെ വോളിയം വി ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ ടി ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റത്തെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പകുതിയാക്കി മുറിച്ചു. അപ്പോഴോ സിസ്റ്റത്തിൻ്റെ പകുതി ഭാഗം കിട്ടി. ഈ സിസ്റ്റത്തിനെ പകുതിയാക്കി മുറിച്ചപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ മാസ് പകുതിയായെന്ന് പറയാം. അതിൻ്റെ വോളിയം പകുതിയായി, അതായത് V/2 ആയി. എന്നാലോ ടെമ്പറേച്ചർ അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായുമില്ല. അപ്പോൾ സിസ്റ്റത്തിനെ പകുതിയാക്കിയപ്പോൾ മാസ് പകുതിയായി, വോളിയം പകുതിയായി. അപ്പോൾ മാസും വോളിയവും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ എടുത്താലോ, സിസ്റ്റത്തിൻ്റെ എമൗണ്ട് മാറുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ മാറുന്നില്ല. അത് സിസ്റ്റത്തിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്, ഓർ ഇൻഡിപെൻഡൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ദി എമൗണ്ട് ഓഫ് മാറ്റർ. എന്നാൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴേക്കും അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് എമൗണ്ടിന് ആ ചേഞ്ചസ് ഒന്നും തന്നെ ഇവിടെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ്. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ്. രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി തമ്മിൽ ഡിവൈഡ് ചെയ്താൽ റിസൾട്ട് കിട്ടുന്നത് ഇൻറ്റൻസീവ് ആയിരിക്കും. മാസ് അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം അതും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് മാസ്, അതുപോലെ തന്നെ വോളിയം, ലെങ്ത്, ഏരിയ. ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ചില കൺസെപ്റ്റ് ഉണ്ട്. യു ഇന്റേണൽ എനർജി, എക്സ് എൻതാൽപ്പി, ജി എന്ന് പറഞ്ഞാൽ ചിപ്സ് എനർജി, എൻട്രോപ്പി. ഇതെല്ലാം തന്നെ എനർജി ഫോമിലാണ് നിലകൊള്ളുന്നത്. എനർജി ഫോമുകളെല്ലാം തന്നെ എക്സ്റ്റെൻസീവ് ആണെന്ന് പറയാം. ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാം തന്നെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്ന കൺസെപ്റ്റിനെ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ അത് രൂപം കൊടുത്താൽ ഗീവ് മീ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഡെൻസിറ്റി അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ടെമ്പറേച്ചർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രഷർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എമൗണ്ടിനനുസരിച്ച് ഫോഴ്സ് മാറും. ഏരിയ എമൗണ്ടിനനുസരിച്ച് മാറും. പ്രഷർ അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. വിസ്കോസിറ്റി അതൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ മേലെ മോളാർ എന്നോ സ്പെസിഫിക് എന്നോ വന്നാൽ അവയെല്ലാം തന്നെ ഏതെങ്കിലും ടേമിന്റെ മുന്നിൽ മോളാർ എന്നോ സ്പെസിഫിക് എന്നോ വന്നാൽ അവ എന്തായിരിക്കും? അത് ഇൻറ്റൻസീവ് ആയിരിക്കും. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് കപ്പാസിറ്റിക്ക് മുന്നിലെ സ്പെസിഫിക് ആയിട്ട് വേർഡ് വരികയാണെങ്കിൽ അത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ത്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ത്, പിന്നെ അവയുടെ എക്സാമ്പിൾസ്, അവ ഏതെല്ലാമാണ് എന്നും കൂടിയൊക്കെ പഠിക്കുക നന്നായിട്ട്. ക്ലാസ് കേട്ടതിൽ നിന്ന് ഒരു ചോദ്യം അങ്ങ് തരിക. ഇതാണ് ചൂസ് ദി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ്: എൻതാൽപ്പി, മോളാർ വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇന്റേണൽ എനർജി. ഇതിലേതാണ്?
ഇതിൻ്റെ ആൻസർ മോളാർ വോളിയം ആണ്. എനർജി എല്ലാം എക്സ്റ്റെൻസീവ് ആണ്. നല്ല എനർജി, അതും എനർജിയാണ്, എക്സ്റ്റെൻസീവ് ആണ്. അതുകൊണ്ട് ഏതൊരു പ്രോപ്പർട്ടിയുടെ മുന്നിലും മോളാർ വന്നാൽ അതാണ് ഇൻറ്റൻസീവ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ഫങ്ഷൻ, അതുപോലെ തന്നെ